ഇറങ്ങി വാ. ഇറങ്ങാൻ. നടക്കങ്ങോട്ട്. ഇവിടെ ഇരിക്കാനാ പറഞ്ഞത്. ഹലോ സാരംഗ്, മോൾ ഇവിടെ എൻ്റെ കൂടെ വീട്ടിലുണ്ട്. സാരംഗ് എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. പെട്ടെന്ന് വേണം. മോൾ എവിടെയായിരുന്നു മാഡം? ഞാൻ ചോദിച്ചിട്ട് പറഞ്ഞിട്ടില്ല. അവളുടെ അച്ഛൻ വന്ന് ചോദിക്കട്ടെ. വഴിയിൽ വെച്ച് കാണിച്ച ചങ്കൂറ്റൊക്കെ അച്ഛൻ്റെ മുന്നിലും കാണിക്കണം നീ. ഹലോ സ്നേഹ. അരുൺ എവിടെയാ? ഞാൻ ഫാദറിൻ്റെ അടുത്തുണ്ട്. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമായിരുന്നു. എനിക്കിപ്പോൾ അരുണിനെ ഒന്ന് കാണണം. അരുൺ ഇങ്ങോട്ട് വന്നാൽ മതി. ഏയ്, ഒരു രക്ഷയില്ല. ഇന്ന് തന്നെ എന്നെ നോക്കുകയേ വേണ്ട. എന്നാ ഞാൻ അങ്ങോട്ട് വരാം. എൻ്റെ പൊന്നുമോളെ, ഒരു മിനിറ്റ് പോലും ഇന്ന് മാറ്റി വയ്ക്കാൻ എനിക്ക് സമയമില്ല. ദേ ഇപ്പം മൈഥിലി മാമിൻ്റെ കോള് വന്നേ ഉള്ളൂ. എന്നോട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. എവിടെ? ഹോസ്പിറ്റലിലേക്കോ? ആ, അത് എന്നോട് ഞാൻ പറയാൻ വിട്ടുപോയി. നാളെ ഞങ്ങൾക്ക് രണ്ടുപേരും കൂടി ഒരു യാത്രയുണ്ട്. നിങ്ങൾക്ക് രണ്ടുപേർ കൂടിയോ? എങ്ങോട്ട്? അത് ഇടക്കൊല്ലി എസ്റ്റേറ്റ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹൈ റേഞ്ചിലാണ്. നാളെ അവിടെ ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. അത് മാം അറേഞ്ച് ചെയ്തതാണ്. എനിക്ക് മാമിന് അവിടെ ഡ്യൂട്ടിയാണ്. ഞങ്ങൾ നാളെ പോകുന്നു, ക്യാമ്പ് അറ്റൻഡ് ചെയ്യുന്നു. മേ ബി മറ്റന്നാൾ ഈവനിങ് ഞങ്ങൾ തിരിച്ചെത്തുന്നു. എനിക്കതൊന്നും കേൾക്കണ്ട. മാഡത്തിൻ്റെ അടുത്ത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ട് ഫോണിൽ വിളിച്ച് പറയാം. അരുൺ ഇപ്പം ഇങ്ങോട്ട് വന്നേ പറ്റൂ. ഈ വാശിയൊക്കെ പൊതിഞ്ഞങ്ങ് വലിച്ചെറിയും. നടക്കില്ല എന്ന് പറഞ്ഞാൽ നടക്കില്ല. എന്തൊക്കെ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടതെന്ന് അറിയോ നിനക്ക്? യാത്ര, അവിടെ ചെന്നിട്ടുള്ള സൗകര്യങ്ങൾ, താമസം, കൂടെ വരുന്ന ടീമൊക്കെ എൻ്റെ ഉത്തരവാദിത്വമാണ്. ഉത്തരവാദിത്വം കുറച്ച് കൂടുതലാ, പ്രത്യേകിച്ച് ഡോക്ടർ മൈഥിലിയുടെ കാര്യത്തിൽ. അതുള്ളതാ. ഈ ഡോക്ടർ മൈഥിലിയാണോ ഡോക്ടർ സ്നേഹയാണോ നമ്പർ 1 എന്ന് ചോദ്യം വന്നാൽ ഒരു സംശയവും വേണ്ട. ദി ഫസ്റ്റ് പ്രിഫറൻസ് മൈ ഡിയർ മൈഥിലി. കാലം കുറച്ചായ ബന്ധുവാ മോളെ. അങ്ങനെ പെട്ടെന്നൊന്നും അവഗണിക്കാനൊന്നും പറ്റില്ല. മോളൊരു കാര്യം ചെയ്യും, സമാധാനമായിട്ട് ഫോൺ വെച്ച് ഒന്ന് റെസ്റ്റ് ചെയ്യും. എൻ്റെ ഇന്നത്തെ ചാർട്ടിങ് മൊത്തം തീരുവാണെങ്കിലേ ഞാൻ അങ്ങോട്ട് വരാം. അതർവൈസ് നാളെ രാവിലെ പോകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് വരാം. ഇങ്ങോട്ട് വരണ്ട, വിളിക്കാൻ വേണ്ട. ആവശ്യക്കാരുടെ അടുത്തേക്ക് പോയാൽ മതി. എന്നാ സന്തോഷം. ആവശ്യക്കാരെ നീ തിരിച്ചറിഞ്ഞല്ലോ. എനിവേ, ഇനി ഒരു മിനിറ്റ് വൈകിയ എൻ്റെ കാര്യങ്ങൾ മൊത്തം കുളവും. സോ ഞാൻ കട്ട് ചെയ്യുവാണേ. ഏയ് അരുൺ, ഒന്ന് വച്ചിട്ട് പോയടി പെണ്ണേ. വഴിയിൽ വെച്ചാൽ ഞാൻ അവളെ കണ്ടത്. എവിടെ പോയിന്ന് ചോദിച്ചിട്ട് അവൾ എനിക്ക് മറുപടിയൊന്നും തന്നില്ല. സാരംഗ് ചോദിക്ക്. യാമി, സ്കൂളിൽ നിന്ന് എവിടേക്കാ പോയത്? ഒരു പെൺകുട്ടിയെ നോക്കി നടത്തി വളർത്താനുള്ള ശേഷി അവളുടെ അച്ഛനുണ്ടോന്ന് ഞാനൊന്ന് അറിയട്ടെ സാരംഗ്. ചോദിക്കേണ്ട രീതിയിൽ ചോദിക്കാം അവളോട്. യാമി, നിന്നോട് ചോദിച്ചു കേട്ടില്ലേ എവിടേക്കാ നീ പോയതെന്നാ? അമ്മയില്ലാത്ത പെൺകുട്ടികളും ജീവിക്കുന്നുണ്ട് സാരംഗ്. പക്ഷേ അതിങ്ങനെയല്ല. അച്ഛന്റെ ചോദ്യങ്ങളെ ഒന്നും നിഷേധിച്ചിട്ടല്ല. യാമി, നീ സത്യം പറ, എങ്ങോട്ടാ പോയത്? മുഖത്തേക്ക് നോക്കാൻ. ഇപ്പൊ നീ കാണിക്കുന്നത് എന്നെ അപമാനിക്കുന്നതിന് തുല്യ. അത് ഈ കുടുംബത്തിനകത്തായാലും പുറത്തായാലും ഞാൻ സഹിക്കില്ല. എവിടെ ആയിരുന്നു നീ പറയുന്നുണ്ടോ ഇല്ലയോ? ഞാൻ പറയില്ല. എനിക്ക് പറയാൻ സൗകര്യമില്ല. എന്താ ഈ കാണിക്കുന്നത്? നിങ്ങക്ക് ഭ്രാന്ത് പിടിച്ചോ? ഓരോന്ന് പറയാൻ പഠിപ്പിക്കുമ്പോ ശ്രദ്ധിക്കണം.
പഠിച്ച വാക്കുകൾ ഒന്നിച്ചൊരിക്കെ നിങ്ങളുടെ നേർക്കും വരുമെന്ന്. ഇതിനു മുമ്പ് ഞാൻ എൻ്റെ മക്കളെ കൈകാര്യം ചെയ്യുന്ന രീതി കണ്ടിട്ടില്ലേ സാരംഗ്? അതിതുപോലെ തല്ലിയിട്ടും ഭീഷണിപ്പെടുത്തിയിട്ടൊക്കെയാണോ? ചേർത്ത് പിടിച്ചും സ്നേഹിച്ചിട്ടുമൊക്കെയാണ്. അതില്ലാതാക്കിയതേ സാരംഗ. എന്റെ മുമ്പിൽ ജയിക്കാൻ വേണ്ടിയാണെങ്കിലും ഇനി എന്റെ മോളുടെ ദേഹത്ത് കൈവയ്ക്കാൻ ഞാൻ സമ്മതിക്കില്ല. സ്നേഹം കൊടുത്തു വാങ്ങിക്കുന്നൊരു ഏർപ്പാടുണ്ട്. മക്കളെ നോക്കാൻ ആദ്യം പഠിക്കേണ്ടതേ അതാ. അല്ലാതെ അവര് തരുന്ന സ്നേഹത്തിന്റെ ലാഭനഷ്ട കണക്ക് എഴുതാനല്ല. ബിസിനസ്സുകാരനാവാം, പക്ഷേ ബിസിനസ്സിന് പറ്റിയ വിൽപ്പന ചരക്കല്ല കുടുംബം. ഇത് നിങ്ങളുടെ തോൽവിയാ സാരംഗ്. അമ്മയെ അവള് തോൽപ്പിച്ച് തുടങ്ങുമ്പോ നാളെ നിങ്ങളും തോൽക്കാൻ തയ്യാറായേ പറ്റൂ. ഞാനൊന്ന് നോക്കട്ടെ. സാരംഗ്, ഞാൻ വിളിക്കാം. നാളെ ഞങ്ങൾക്ക് ഒരു മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. അല്പം ദൂരെയാണ്. എത്തുമ്പോ മിക്കവാറും വൈകും. ഒഴിവാക്കാൻ ഞാൻ നോക്കിയതാ, പക്ഷെ സാധിച്ചില്ല. പൊയ്ക്കോളൂ. താങ്ക് യു. അതിരാവിലെ തന്നെ ഞാൻ ഇറങ്ങും. ഗുഡ് മോർണിംഗ് അങ്കിൾ. ഗുഡ് മോർണിംഗ്. അങ്കിൾ കിച്ചണിലായിരുന്നോ? അത് പിന്നെ സ്ഥിരം കലാപരിപാടിയാണല്ലോ. ഞങ്ങള് ഒരു ക്യാമ്പിന് വേണ്ടിയുള്ള യാത്രയാണ്. സ്നേഹ പറഞ്ഞു എന്നോട്. എവിടെ കക്ഷി? ചെറിയൊരു പിണക്കമുണ്ടേ. ഇന്നലെ വിളിച്ചപ്പോ ഞാൻ മൊത്തം ബിസിയായിരുന്നു. അതാണോ കാരണമെന്ന് എനിക്കറിയില്ല. ഇന്നലെ മൊത്തം മൂഡ് ഓഫാ. ഏയ്, അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ഞങ്ങള് വഴക്കിടുന്നത് ഒരു സാധാരണ സംഭവമാണ്. അതിന്റെ പേരില് സ്നേഹം മൂഡ് ഓഫ് ഒന്നുമില്ല. മുമ്പ് എങ്ങനെയായിരുന്നു അതൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥ അല്പ കടുപ്പമാ. അങ്കിള് പേടിക്കണ്ട, അത് നേരിട്ട് എന്നെ കാണുമ്പോൾ മാറിക്കോളും. മാറണമല്ലോ. ഇനി നിങ്ങൾ തമ്മിൽ ഇതൊക്കെ മാറാതെ പറ്റുമോ? ആ, എന്നാ പിന്നെ നിങ്ങൾ സംസാരിക്കേ. ഞാൻ പുറത്ത് ചെടിക്കൊന്ന് വെള്ളം ഒഴിക്കട്ടെ. എന്തു പറ്റി എനിക്ക്? അച്ഛൻ പറഞ്ഞു എന്തോ വലിയ ടെൻഷനിലാണ് നീ എന്ന്. എനിക്കൊരു ടെൻഷനും ഇല്ല. പിന്നെന്താ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്റെ രീതികളൊക്കെ പിടിക്കാതായി തുടങ്ങിയല്ലേ? എന്റെ പൊന്നേ, ദേ ഞാനൊരു തർക്കത്തിനും ഇല്ല. കാരണം നമ്മൾ തമ്മിൽ തർക്കിച്ചാലേ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് ടെൻഷനോടെ ഇരിക്കും. പിന്നെ മൈഥിലിമാമായിട്ടുള്ള യാത്ര കൊള്ളാവും. എന്റെ പൊന്ന് സ്നേഹ, ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്ന യാത്രയാണ് മാമിൻ്റെ കൂടെ ഉള്ളത്. ദേ, എന്തിന്റെ പേരിലായാലും അതിനൊരു പ്രശ്നം ഉണ്ടാകാൻ ഞാൻ സമ്മതിക്കില്ല. എനിക്കൊരു സ്ഥലത്ത് പോകാനുണ്ട്. താമ്പോക്കോ? അപ്പോ പിന്നെ താനും എൻഗേജ്ഡ് ആയല്ലോ. ഞാൻ മാത്രല്ല, അരുണ എന്റെ ഒപ്പം വരണം. അപ്പോ ക്യാമ്പോ? അത് വേണ്ടെന്ന് വെക്കണം. എന്നെക്കാൾ വലുതല്ലല്ലോ ഒരു ക്യാമ്പും. തന്നേക്കാൾ വലുതാണ്. പാവപ്പെട്ടവർക്ക് വേണ്ടി വെക്കുന്ന ഒരു മെഡിക്കൽ ക്യാമ്പ് എന്ന് പറഞ്ഞാലേ തന്നേക്കാൾ ഒരുപാട് വലുതാണ് സ്നേഹ. താൻ ഇങ്ങനെയൊന്നും ചുരുങ്ങി ചിന്തിക്കരുത്. ക്യാമ്പിനോട് തന്നെയാണോ താല്പര്യം, അതോ വേറെ എന്തെങ്കിലും ഇൻട്രസ്റ്റിനോടോ? സ്നേഹ, ഒരുപാട് ഇഷ്ടക്കുറവ് വന്നാലേ ഇതുപോലെ വെറുപ്പിക്കുന്ന ഭാഷയിലേ സംസാരിക്കുള്ളൂ. നിർബന്ധം പിടിക്കരുത്. ഞാൻ പറഞ്ഞല്ലോ, ദാ ഈ ക്യാമ്പ് കഴിഞ്ഞ് വന്നാൽ പിന്നെ എത്ര നേരം വേണമെങ്കിലും ഞാൻ തൻ്റെ അടുത്തിരിക്കാം. ദേ, നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോവാം. വേണ്ട. ഡോക്ടർ അരുണിന്റെ യോഗ്യത മനസ്സിലാകാതെ ഞാൻ ഒരുപാട് നാൾ കൂടെ നടന്നിട്ടുണ്ട്. പക്ഷേ ഇനി യോഗ്യതകളൊക്കെ തിരിച്ചറിഞ്ഞേ പറ്റൂ. നിന്റെ ഈ മനോഭാവം ഉണ്ടല്ലോ, ഒരു പ്രശ്നം മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട്. ഇതൊക്കെ പണ്ട് ഉണ്ണിയാർച്ചയെ പോലുള്ള ആൾക്കാർക്ക് സ്വന്തമായിട്ടുള്ള മനക്കെട്ടിയ. എൻ്റെ പൊന്നു മോളെ, ഇത് കൈവിടാതെ സൂക്ഷിച്ചോ.
അധികം മനോബലമില്ലാതെ ഒരു ഭർത്താവിൻ്റെ ഒപ്പം ജീവിക്കേണ്ടതാ. നമുക്ക് ഉപകാരപ്പെടും. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അതിനുള്ള ശ്രദ്ധയൊന്നുമില്ല. ഓ എന്നാ വേണ്ട, ഞാൻ ഇറങ്ങുവാ. അമ്മ ഇന്ന് തന്നെ വരില്ലേ? വരും. എത്ര രാത്രിയായാലും അമ്മ വരും. മോൻ ചേച്ചിയുടെ അടുത്ത് വഴക്കൊന്നും ഉണ്ടാക്കരുത്. ഞാൻ ചേച്ചിയുടെ അടുത്തേക്ക് പോയില്ല, അച്ഛൻ്റെ അടുത്തേക്കും പോയില്ല. ഞാൻ ഇവിടെ മുറിയിൽ തന്നെ ഇരുന്നോളാം. സുമാൻറ്റിയുടെ അടുത്ത് നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കഴിക്കണം. ചെയ്യാനുള്ള ഹോംവർക്കും ചെയ്യണം. സാരംഗ്, ഞാൻ ഇറങ്ങുക. ഓക്കെ. മുമ്പത്തെ പോലെയല്ല, ഞാൻ അല്പം പേടിയോടെ പോകുന്നത്. കുട്ടികളുടെ കാര്യത്തിൽ സാരംഗ് കുറച്ചുകൂടി ഉത്തരവാദിത്വം കാണിക്കണം, പ്ലീസ്. മോനിവിടെ നിൽക്ക്. യാമി, അമ്മ ഒരു സ്ഥലം വരെ പോവാ. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ മറന്നേക്ക്. നീ നിന്റെ പഠിത്തത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യണം, കേട്ടോ? ഞാൻ തിരിച്ചു വരുന്നവരെ ഇവിടെ വേറൊരു പ്രശ്നം ഉണ്ടാക്കരുത്. യാമിക്ക് മനസ്സിലാവുന്നുണ്ടോ? ഞാനൊരു പ്രശ്നം ഉണ്ടാക്കില്ല. ഞാൻ എപ്പോ തിരിച്ചു വരുന്നു നീ ചോദിച്ചില്ലല്ലോ. ഞാൻ പറയുന്ന അനുസരിച്ചാണോ അമ്മ നടക്കുന്നത്? അമ്മയുടെ ഇഷ്ടത്തിനല്ലേ? എനിക്ക് പോവാനുള്ള സമയമായി. നിന്നെ അനുസരിച്ച് ജീവിക്കണം എന്നുള്ള ചട്ടം അമ്മയ്ക്ക് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. വന്നിട്ട് ഞാൻ ചോദിച്ചോളാം. സുമ, എല്ലാവർക്കും കൃത്യസമയത്ത് തന്നെ ഭക്ഷണം കൊടുക്കണം. സാരംഗിന്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ദേഷ്യം പിടിപ്പിക്കുന്ന ഒരു കാര്യം ഉണ്ടാവരുത്. ഇല്ല മാഡം. നിന്റെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം. അവരുടെ ഭാഗത്ത് എന്തെങ്കിലും ഉണ്ടായാൽ നീ ക്ഷമിക്കണം. ശരി മാഡം. അമ്മ പോയിട്ട് വരാട്ടോ. എന്തു പറ്റി? ഒന്നുമില്ല മാം. മാം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയേ. നമ്മൾ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായി. ഇതുവരെ മാഡം ഒരു അക്ഷരം പോലും സംസാരിച്ചിട്ടില്ല. സാരംഗ് സാറിന്റെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. ഇല്ലല്ലോ അല്ലേ? ഇത് വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു യാത്രയാണ്. കാര്യം സൂചിപ്പിച്ചിരുന്നു, അത്ര ഗൗരവത്തിലെടുത്തിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് പോരേണ്ടി വന്നപ്പോ പിന്നെ സാരംഗിന്റെ കാര്യം, അതിപ്പോ ഞാൻ യൂസ്ഡായി. ഫലമില്ലാത്ത കാര്യങ്ങള് കൂടുതൽ ചർച്ച ചെയ്യുന്ന എന്തിനാ? എന്റെ കാര്യമൊക്കെ ഇത്രയും നേരം നീ എന്തിനായിരുന്നു സൈലന്റ് ആയിരുന്നത്? അത് മാഡം ഒന്നും മിണ്ടാത്തോണ്ട്. അത് കള. നിനക്കൊരു ചെറിയ അസ്വസ്ഥതയുണ്ടായാൽ പോലും എനിക്കത് മനസ്സിലാവും. സ്നേഹയുടെ കാര്യമാണോ? കുട്ടിക്കളിയാണ് മാഡം. ഞാൻ ക്യാമ്പിൻ്റെ കാര്യത്തിന് യാത്ര പറയാൻ ചെന്നപ്പോൾ ഇപ്പോൾ ക്യാമ്പിന് പോകണ്ടെന്നൊരു പറച്ചില്. കൊച്ചു കുട്ടികളെ പോലെ തന്നെ. എന്നിട്ട് അതിൻ്റെ പേരിലൊരു മുഖം വീർപ്പിക്കലും. കാണാൻ ആളുണ്ടാവുമ്പോഴേ ഇങ്ങനെയൊക്കെ കാണിക്കാനും തോന്നും. ഏയ്, ഞാനതൊന്നും മൈൻഡ് ചെയ്യാൻ പോകുന്നൊന്നുമില്ല. പിന്നെ അതുകൊണ്ടായിരുന്നല്ലോ ഇത്രയും നേരത്തെ സൈലൻസ്. ഒന്ന് പോടാ അവിടുന്ന്. അവളുടെ കുസൃതികളൊന്നും താങ്ങാൻ നിന്റെ മനസ്സിന് കരുത്തൊന്നുമില്ല. അവള് നിന്നെ വെള്ളം കുടിപ്പിക്കുന്ന എനിക്ക് തോന്നുന്നത്. ഈ ചാട്ടം മാത്രമേ ഉള്ളൂ മാം. പാവാ. അത് സത്യ. പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം. ഈ മാറ്ററൊക്കെ ഇവിടെ വെച്ച് അങ്ങ് ഡ്രോപ്പ് ചെയ്തേക്കാം. നീ വണ്ടി എടുക്ക്. ആ അതേ,
ഇനിയിപ്പോൾ സൈലന്റ് ആയിട്ടിരിക്കില്ലല്ലോ അല്ലേ? എന്തെങ്കിലും സംസാരിച്ചോണ്ട് പോവാലോ, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുവേ. വണ്ടി ഓടിക്കുമ്പോഴോ? ഒരനക്കൂല്ലെങ്കിലേ വണ്ടി ഓടിക്കുമ്പോഴാണെങ്കിൽ ഞാൻ ഉറങ്ങിപ്പോവും. വേണ്ട വേണ്ട, ഞാൻ സംസാരിച്ചിരുന്നോളാം. നീ സൂക്ഷിച്ച് ഓടിച്ചാ മതി. വരൂ. എനിക്ക് പേടിയാന്നുണ്ട് അപ്പൂപ്പ. സ്നേഹാന്റി അമ്മയെ വിളിച്ച് പറയോ? ഒരിക്കലും ഇല്ല. എവിടെയാണോ കൊത്തേണ്ടത് അവിടെ തന്നെയാണ് നീ കൊത്തിയത്. സ്നേഹിക്കുന്ന പുരുഷന് ഇതുപോലൊരു കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞ ഒരു പെണ്ണോ ആ നേരം ബഹളം വയ്ക്കില്ല. അവളത് തിരക്കി നടക്കും. അവനെയും മൈഥിലിയെയും സൂക്ഷ്മമായി നിരീക്ഷിക്കും. പറയാൻ തുടങ്ങിയിട്ട് ആദ്യമൊന്നും സ്നേഹാന്റി കൂട്ടാക്കിയില്ല. പിന്നെ ഞാൻ രണ്ടും കൽപ്പിച്ച്. മിടുക്കി. തെറ്റ് ചെയ്യുന്നവരാരായാലും അവരെ നേരിടണം. അതിന് പ്രായമൊന്നും ഒരു പ്രശ്നമല്ല. മോള് ചെയ്യുന്നതാണ് ശരി. അമ്മ അറിഞ്ഞെങ്കിലും കൂടി ദൂരെ ഒരു മെഡിക്കൽ ക്യാമ്പിന് പോയിരിക്കുക. ഇന്ന് തിരിച്ചു വരില്ല. ഒരു കുഞ്ഞായ നിന്നോട് ഇതിനൊക്കെ ഞാൻ എന്തു പറഞ്ഞു തരാനാ? സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ഓരോരുത്തർക്കും ഓരോ വഴി. അല്ല, അവരൊന്നിച്ചു പോകുന്നു എന്ന് പറഞ്ഞിട്ടും നിന്റെ അച്ഛൻ തടസ്സമൊന്നും പറഞ്ഞില്ല അല്ലേ? അച്ഛൻ എന്ത് ചെയ്യാൻ പറ്റും? അച്ഛൻ അമ്മയെ വേണ്ടെന്ന് വെച്ചതല്ലേ? പക്ഷെ ഇപ്പോഴും അച്ഛനും അമ്മയും ഒന്നിച്ചല്ലേ? അമ്മ ഉണ്ടാക്കുന്ന നാണക്കേട് അച്ഛനും മോളും കൂടി ചുമക്ക്. നല്ല സ്നേഹത്തിലിരിക്കുമ്പോ അച്ഛനോട് മോള് പറയണം, അമ്മയുടെ കൂടെ നിൽക്കാൻ പാടില്ല എന്ന്. അത് ഇഷ്ടമല്ല. അമ്മയുടെ ഇഷ്ടത്തിന് എവിടെയെങ്കിലും പോട്ടെ. ഞാൻ പറയും. അമ്മ ഇനി അയാളുടെ കൂടെ എവിടെയെങ്കിലും പോയാല് അമ്മയോട് തന്നെ ഞാൻ ചോദിക്കുകയും ചെയ്യും. ഏയ്, അത് പാടില്ല. ഇനി ഒന്നും ചെയ്യണ്ട മോളെ. കത്താനുള്ളത് കത്തി തുടങ്ങിക്കഴിഞ്ഞു. ഇനി അതൊരു വലിയ കാട്ടുതീയായിക്കൊള്ളും. വിഴുങ്ങേണ്ടവരെ അത് വിഴുങ്ങിക്കൊള്ളും. നീ വണ്ടി ഒന്ന് നിർത്തോ? എന്താ മാം? നീ ആ ഫോൺ എടുത്തൊന്ന് സംസാരിക്കേ. സ്നേഹയാണ് മാഡം, ചുമ്മാ വിളിച്ചോണ്ടിരിക്കുക. അതെ, കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോൾ റേഞ്ച് കട്ടാവും. അത് കുഴപ്പമില്ല മാം. എടുക്കുന്നുണ്ടെങ്കിൽ എടുക്ക്. നമ്മൾ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലത്ത് മൊബൈലിന് റേഞ്ച് ഉണ്ടാവില്ല. ഓഹ്, താങ്ക് ഗോഡ്. ആളുകളെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇതുപോലെ കോൾ വന്നുകൊണ്ടിരിക്കുമോ? ഇല്ല മാം. വല്ലപ്പോഴും ഒരിക്കൽ സംഭവിക്കുന്ന ഇതുപോലെയുള്ള മെഡിക്കൽ ക്യാമ്പുകൾ ദൈവത്തിന്റെ അനുഗ്രഹം പോലെയാണ് അവരൊക്കെ കാണുക. അവിടെ നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു വീഴ്ച വരാൻ പാടില്ല, ഒരു ശ്രദ്ധക്കുറവും. ക്യാമ്പിന്റെ സമയത്ത് വിളിക്കരുതെന്ന് സ്നേഹയോട് പറയുന്നതാ നല്ലത്. ഞാൻ പറഞ്ഞോളാം മാം. അല്ലെങ്കിൽ തന്നെ ക്യാമ്പിൽ മൊബൈൽ യൂസ് ചെയ്യേണ്ടെന്നാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ കടുത്ത തീരുമാനങ്ങളൊന്നും വേണമെന്ന് ഞാൻ പറയില്ല, ശ്രദ്ധിച്ചാ മതി. കുഴപ്പമില്ല മാം. ഇപ്പോ സ്നേഹയോട് സംസാരിക്കുന്നില്ല എന്ന് ഉറപ്പാണോ? ഷുവർ മാം. എന്നാ സമയം കളയണ്ട, നമുക്ക് പോവാം. ശരി.